ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ചിക്കൻ ലെഗ് പഫ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ലെഗ് കൊണ്ട് പഫ്സ് റെഡിയാക്കി എടുക്കണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. നല്ല സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈവനിങ് ചീസിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ലെഗ് പഫ്സൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആണെങ്കിൽ ചിക്കൻ ലെഗ്സ് ഫ്രൈ ചെയ്തിട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ ലെഗ്സ് ആകുമ്പോൾ ഇങ്ങനെ അറ്റത്ത് നമ്മളിങ്ങനെ ഫോയിൽ പേപ്പർ കൊണ്ട് പോയി നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പഫ്സ് കഴിക്കുന്നില്ല, സൂപ്പറാണ് ചായക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 1 kg ചിക്കൻ ലെഗ്സ് ഇങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ സ്കിന്നോട് കൂടിയത് എനിക്ക് കിട്ടുള്ളൂ. മേടിച്ചിട്ട് ബുദ്ധിമുട്ടായിരുന്നു, സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. ഞാനിതുപോലെ മാറ്റിയെടുത്തിട്ട് മീനൊക്കെ വരയുമാതിരി നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മസാലയൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് കയറി കൊടുക്കും. അപ്പോൾ ഞാൻ 10 ചിക്കൻ ലെഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്തു കേട്ടോ. 1 kg ഉണ്ടായിരുന്നു. മീനിനകത്തേക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം ½ hour എങ്കിലും വെക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. മസാല ഇങ്ങനെ ഒത്തിരി മുന്നോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. നമ്മൾ പഫ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്തേക്ക് ക്രഷ്ഡ് നമ്മുടെ ചതച്ച മുളക്, വറ്റൽമുളക് ചതച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. നമുക്ക് എരിവ് നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ കഴുകി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി ഒരു 1.5 ടീസ്പൂൺ കുമിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മസാലകളെല്ലാം തിരിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുകയാണ് ആദ്യമേ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക്, ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അരക്കട്ട് വേണം ചേർക്കാൻ. ഞാൻ നന്നായിട്ട് ചതച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 1/2 കുടം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. പിന്നെ ഗ്രീക്ക് യോഗട്ട് 2 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ യോഗത്തിൽ നമുക്ക് ഏതെങ്കിലും ലെമണോ വിനാഗിറോ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ യോഗട്ട് ചേർക്കുന്നതാണ് ഇച്ചിരി ടേസ്റ്റ് കേട്ടോ. നമുക്കിതിനകത്ത് ഞാൻ പറഞ്ഞത് വെളുത്തുള്ളി ചതച്ച് വെക്കുന്നതാണ് 1/2 കുടം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചതച്ചുകൊണ്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ വെക്കണം. ഞാൻ 1 hour മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തു. കഴിഞ്ഞ് തിരിഞ്ഞ് യോജിപ്പിക്കാം. അപ്പോൾ ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് 1 hour നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞ് ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിത് 2-3 വലിയ സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. 2 വലിപ്പമുള്ളതായിരുന്നു, 1 ചെറുതായിരുന്നു കേട്ടോ. പക്ഷേ ചെറിയതാണെങ്കിൽ 4 ചേർക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം. ഒന്നുമില്ല, നമ്മൾ ഇതിനകത്തെല്ലാം ചേർത്താണ് ചിക്കൻ ഫ്രൈ ചെയ്യുക. ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഒനിയൻസും ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഫ്ലേവറെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഞാനൊരു കാസ്ട്രോയിൻ്റെ പാനിലാണ് റെഡിയാക്കിയെടുക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് കാസ്ട്രോയിന് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലിൽ ചേർത്താൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യും. ചിക്കൻ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റണം. ആദ്യം ഒരുപാട് അങ്ങ് ക്രിസ്പിയായി പോകരുത് കേട്ടോ. നമ്മൾ ഏതെങ്കിലും പിന്നെ പഫ്സ് ഉണ്ടാക്കുമ്പോൾ ഓവൻ വെച്ച് ബേക്ക് ചെയ്യാൻ ഇതുള്ളതാണ്. അതുകൊണ്ട് കുക്കായി കിട്ടിയാൽ മതി. ചിക്കൻ ലെഗ്സുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വെക്കണം കേട്ടോ. പിന്നെ അടിയിൽ പൊടിയാൻ ചാൻസുണ്ട്. പാനല്ലല്ലോ നമ്മുടെ കാശ്മീരിൻ്റെ പാനലാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 6 കേട്ടോ ആദ്യം കുക്ക് ചെയ്യുന്നുണ്ട്. ആക്കിയിട്ട് ഞാൻ പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. ഇപ്പോൾ 6 പഫ്സാണ് റെഡിയാക്കിയിട്ടുണ്ട്. അത്രയുള്ള ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായാലും ഇത് മറക്കം പിടിച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റാം.
വളരെ ഈസിയാണ് ചിക്കൻ ലെഗ് മാരിനേറ്റ് ചെയ്യേണ്ട സമയത്ത് ബാക്കി നമ്മുടെ ഒന്നിനും കട്ട് ചെയ്ത ഗ്രേവി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊരു വെറൈറ്റിയാണ് ഞാനിവിടെ വരുമ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കാൻ എളുപ്പമാണ്. സാധാരണ എക്സ്പെർട്സൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു സാഹചര്യം നമുക്ക് തിരിച്ചിട്ട് ഞാൻ തയ്യാറാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നുമില്ല. രണ്ട് സൈഡും തിരിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്ത് കേട്ടോ. നമുക്ക് ഒന്നിനും ഫ്രൈ ചെയ്തെടുക്കുന്ന ഇഷ്ടമുള്ള ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിനകത്ത് സോയാ സോസും ചില്ലി സോസൊക്കെ ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലാതെ നമ്മൾ സാധാരണ എക്സ്പ്രസ് ഉണ്ടാക്കുന്ന പോലത്തെ ഗ്രേവി ആണെങ്കിൽ അത് നമ്മുടെ റെഡിയാക്കിയെടുക്കാം. അപ്പം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഓവർ ഡ്രൈ ആയി പോയിട്ട് വരാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയത്. അപ്പം ഞാൻ ആ പാനിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒന്നിനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നാലാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നിലേക്ക് പിടിക്കുള്ളൂ. ചിക്കൻ ഫ്രൈ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഞാനിത് ചുമന്ന കളറുള്ള ഇങ്ങനെ ഒരെണ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ചിക്കൻ്റെയൊക്കെ പാനിൻ്റെ അല്പം കാണുന്നതൊക്കെ എല്ലാം കൂടി കൂടി ചേർത്ത് ഉള്ളി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്താണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അല്പം ഫ്ലേവർ എങ്ങനെ കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വഴണ്ട് കൊടുത്തിട്ട് അത് ഒരല്പം ഓയിലും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ടൊമാറ്റോ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഇതിന് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ വഴറ്റുന്നതിൻ്റെ ഫ്ലേവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് അല്പം സോയാ സോസും ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക സ്വാദാക്കുന്നേരം ഗ്രേവിക്ക്. അപ്പോൾ ഈ വഴണ്ട് കഴിഞ്ഞിട്ടും നമുക്ക് ചില്ലി സോസ് ചേർത്ത് ഡാർക്ക് സോയാ സോസും അല്പം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് നമുക്ക് ജസ്റ്റ് ഇഷ്ടമുള്ളത് കൂടി ചേർത്ത് കൊടുക്കാൻ മാത്രം മതി. അതിനകത്തേക്ക് അതിങ്ങനെ ടൊമാറ്റോ ഒന്ന് ചേർത്ത് അപ്പോൾ ഏകദേശം ആകാറായി. അല്പം ഡാർക്ക് സോയ സോസ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇത്ര ചില്ലി സോസ് ചേർത്ത് കേട്ടോ. ഞാൻ ഒത്തിരി എരിവില്ലാത്ത ചില്ലിയുടെ സോസാണ് കേട്ടോ. എല്ലാം നോക്കി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ മേടിച്ച പേസ്ട്രി ഷീറ്റാണ് കേട്ടോ. സോഫ്റ്റ് പേസ്ട്രി ഷീറ്റ് ഈസിയായി മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒരു പാസ്ത കട്ടർ കൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി വേറെ ഒന്നുമില്ല. നമ്മൾ പഫ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഗ്രേവി ഒരു ടീസ്പൂൺ വെച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ലെഗ് അതിൻ്റെ പിടിച്ച് കടിക്കാൻ വേണ്ടി അവിടെ ഇച്ചിരി ഫോയിൽ പേപ്പർ കൊണ്ട് വെച്ച് കൊടുക്കുക. ബാക്കി ഭാഗം നമ്മൾ പേസ്ട്രിയിൽ കവർ ചെയ്തെടുക്കുക. പേസ്ട്രി ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഓരോ പേസ്ട്രി ഷീറ്റായിട്ട് മാറ്റിയിട്ട് നമുക്ക് ആദ്യം അല്പം ഗ്രേവി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ ലെഗ് വെച്ച് കൊടുക്കാം.
നമുക്ക് മുകളിൽ അല്പം എഗ് വാഷ് കൊടുക്കാം. ഒരു 15 to 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ ലെഗ് പപ്സ് റെഡിയായി. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ ലെഗ് വെച്ചെടുക്കാം. അങ്ങനെ ഓരോന്നും റെഡിയാക്കി എടുക്കാം കേട്ടോ. 6 പീസ് വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ചിക്കൻ ലെഗിൻ്റെ അറ്റം നമ്മുടെ ഫോയിൽ പേപ്പറിൽ നിന്ന് പൊതിഞ്ഞിട്ടെടുക്കാം ആദ്യം. അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുള്ള കുഴപ്പമുണ്ടായിരിക്കും. അതിലേക്ക് വെച്ചെടുക്കാം. ഇനി നമുക്ക് പേസ്റ്റ് പൊതിഞ്ഞ് മാറ്റാം. സാധാരണ പേസ്റ്റ് ഷീറ്റ് മറക്കുമാരെ മറക്കാം. കോൺ ഷീറ്റിൽ അറ്റങ്ങളൊന്ന് കൂടി യോജിപ്പിക്കാം. നമുക്ക് ട്രേയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം ഞാനിങ്ങനെയെല്ലാം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ.
അപ്പോൾ പേസ്ട്രീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് കൊണ്ട് റെഡി ആയി. 50 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. ഞാനൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നമ്മുടെ എഗ് വാഷ് ചെയ്തില്ലല്ലോ. ഇത് പെട്ടെന്ന് എഗ് വാഷ് എടുത്തിട്ടുണ്ട്. മുകളിൽ ഒന്ന് കൊടുക്കണം. നല്ല ഗോൾഡൻ കളറായിട്ട് ഇട്ടിട്ട് നമ്മൾ കുക്കായി വരുമ്പോൾ ഓക്കെ. പിന്നെ നമുക്ക് പിന്നെ തിരിച്ച് ഓവനിൽ നമ്മൾ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി പഫ് ചിക്കൻ ലെഗ് പഫ് പേസ്ട്രീസ് റെഡിയായിരുന്നു. ഞാൻ പെട്ടെന്ന് ചായ കുടിക്കട്ടെ. നല്ല സൂപ്പർ മണമാണ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമുണ്ട്. നിങ്ങൾ എന്തായാലും ചിക്കൻ ലെഗ് കിട്ടുമ്പോൾ ഞാൻ തയ്യാറാക്കി നോക്കണം. അടിപൊളിയാണ്. ചായക്ക് കഴിച്ചിട്ട് പറയാട്ടോ. നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. അതെ, താങ്ക് യു ഫോർ വാച്ചിങ് ജിയാൻവി വ്ലോഗ്സ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറന്നുപോലെ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അടിപൊളിയായിട്ടുള്ള പുതിയ ഡിഷായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.